ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർ തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് ഇടിച്ചക്ക. ഇടിച്ചക്ക കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ ചക്ക. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കൂടുതൽ താല്പര്യം. അതിൻ്റെ പിന്നാലെ പോകാതെ വിഷമടിക്കാത്ത, രാസവള പ്രയോഗമൊന്നും ഇല്ലാത്ത നമ്മുടെ ചക്ക പോലുള്ള പഴങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പച്ചയ്ക്കാണെങ്കിൽ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇത് നമുക്ക് എല്ലാ സീസണിലും കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് പരമാവധി ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം പുതിയ തലമുറയിലെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് പലരും എന്നോട് ഇടിച്ചക്ക മുറിക്കുന്നതിനെക്കുറിച്ചും ഇതെങ്ങനെ പാചകം ചെയ്യും, അതുപോലെ ഇത് പറിക്കേണ്ട പാകം എപ്പോഴാണെന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഞാൻ അതിനെല്ലാം മെസ്സേജിലൂടെ ഞാൻ റിപ്ലൈ കൊടുക്കേണ്ടായി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ 2 ചക്ക എനിക്ക് കിട്ടി. ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. ഒരെണ്ണം പഴുത്തു, അത് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ ഇടിച്ചക്ക പാകത്തിനേക്കാൾ ഒരു അല്പം കൂടി മൂത്ത ചക്കയാണ്. എന്നാലും ഞാനിത് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിത് കാണിക്കുന്നതാണ്. കുരു ആകുന്നതിന് മുമ്പുള്ള പാകമാണ് ശരിക്കും പറഞ്ഞാൽ ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു സെപ്പറേറ്റ് എടുത്ത് കറി വെക്കേണ്ടിയൊക്കെ വരും. ചക്ക മുറിക്കാനായിട്ട് ഒരുമാതിരി നല്ല ഒരു മൂർച്ചയുള്ള കത്തി തന്നെ നമ്മൾ എടുക്കുക. കത്തിയിലൊരൽപ്പം എണ്ണ പുരട്ടിയിട്ട് മുറിക്കുക. അപ്പം നമ്മുടെ വെളിഞ്ഞിൽ അല്ലെങ്കിൽ കറയൊന്നും പിടിക്കുന്നതൊന്ന് കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ കാണുന്ന വെളിഞ്ഞീൻ അല്ലെങ്കിൽ കറ നമ്മൾ ഒരു ചകിരിയോ പേപ്പറോ ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയണം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ചക്കയുടെ പുറം ഭാഗത്ത്, അതായത് മുള്ളു പോലെ കാണുന്ന ഭാഗമില്ലേ, ഇത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതേപോലെ തന്നെ ഉള്ളിലെ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ തീരെ ചെറിയ ചക്കയാണെങ്കിൽ അത് കളയണമെന്നില്ല. കടയിൽ നിന്നൊക്കെ വാങ്ങി ചെയ്യുമ്പോൾ അങ്ങനെ ആരും കളയാറില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പ്ലാവിലുണ്ടായത് കൊണ്ട് നമ്മൾ അതെല്ലാം കളഞ്ഞൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. ഇടിച്ചക്ക പാചകം ചെയ്യാനായിട്ട് കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ വലിയ പീസാകുമ്പോൾ ആവിയിൽ വേവിക്കുകയോ വെള്ളമൊഴിച്ചൊന്ന് വേവിക്കുകയോ ഒക്കെ ചെയ്ത ശേഷം തവിയുടെ പുറംഭാഗം കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലോ കല്ലിലോ ഒക്കെ വെച്ച് നമുക്ക് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞാൽ മതി. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടിച്ചക്ക മുറിക്കുന്ന മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചക്ക വീട്ടിലുള്ളവർ ദിവസവും ചക്കക്കുഴയോ തോരനോ ഒക്കെ ഉണ്ടാക്കി ഈ സമയങ്ങളിൽ കഴിക്കുക. ഇടിച്ചക്ക തോരൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യാം.
പച്ചച്ചക്ക കഴിക്കുന്നതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും അത് ഡയബറ്റിക്സ് പേഷ്യൻസിന് ഒരു മരുന്ന് പോലെ തന്നെ ദിവസവും കഴിക്കുക. തീർച്ചയായും അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. അതുപോലെ ഇത് നാര് കൂടുതലുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചർമ്മരോഗങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ പ്രായം കുറവ് തോന്നിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡെയിലി ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്കിത് കഴിക്കാം. ദഹന പ്രശ്നമുള്ളവർക്കും അതുപോലെ കുടലിൽ ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ നല്ല ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ പച്ചച്ചക്ക കഴിക്കുന്നത്. പച്ചച്ചക്ക കഴിക്കുന്നത് നമ്മുടെ ടെൻഷനൊക്കെ മാറുവാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി സുഖമായിട്ട് ജീവിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പച്ചച്ചക്ക കഴിച്ച് പലരുടെയും അനുഭവമാണ്. എനിക്കും അത് ഒരു ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ മികച്ചതാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ പരമാവധി ഇത് കഴിക്കുക. കഴിച്ചാൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ നമ്മുടെ ഈ പച്ചച്ചക്കയുടെ ഗുണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പേജിൽ വരിക. നിങ്ങൾ അവിടുത്തെ പോസ്റ്റുകളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ചക്ക വിഭവമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.